ഈ സെഷനിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ 5ാമത്തെ സെഷനാണ് ഇത് കേട്ടോ. ഈ സെഷനിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡം പ്ലാന്റേനെ കുറിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ നമ്മളിവിടെ കിങ്ഡം പ്ലാന്റേനെ കുറിച്ച് പറയുന്നുള്ളൂ, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കിങ്ഡം പ്ലാന്റേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസം ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളതാണ്? മൾട്ടി സെല്ലുലാർ, സെൽ വോൾ കണ്ടെയ്നിങ്, യൂക്യാരിയോട്ടിക് organism, chlorophyll containing, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെ. അതായത് കിങ്ഡം പ്ലാന്റയില് യൂക്യാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ, സെൽ വോൾ ഉള്ള, ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കിങ്ഡാണ് കിങ്ഡം പ്ലാന്റ്. ഇറ്റ് ഇൻക്ലൂഡ് യൂക്യാരിയോട്ടിക്, ക്ലോറോഫിൽ കണ്ടെയ്നിങ്, അതാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ചില മെമ്പേഴ്സ് പാർഷ്യലി ഹെട്രോട്രോഫിക് ആണ് കേട്ടോ ഇതിനകത്ത്. അതായത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പാരസൈറ്റ്സ് ഒക്കെ എന്താ പറയാ പാർഷ്യലി ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. ബ്ലാഡർ വേർട്ട് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ് അത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അത് ഇൻസെക്ട്സിനെ ക്യാപ്ചർ ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളിലുള്ള ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്താണ് അതിന് വേണ്ട ന്യൂട്രിയൻസ് ഫുൾഫില്ല് ചെയ്യപ്പെടുന്നത്. അതായത് ഇപ്പൊ നൈട്രജൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള സോയിലിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനാണ് ഈ പറയുന്ന ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കേണ്ടതായിട്ട് വരേണ്ടത്. അതായത് അതിന് ലാക്ക് ചെയ്യുന്ന ആ നൈട്രജൻ, അതായത് അതിനില്ലാത്ത ആ നൈട്രജന് കൂടുതൽ, നൈട്രജന്റെ ഡെഫിഷ്യൻസി ഉണ്ടല്ലോ സോയിലിൽ, അതിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഇൻസെക്ട്സ് ആണ്. അതേപോലെ തന്നെ കസ്ക്യൂട്ട അതൊരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. കസ്ക്യൂട്ടയ്ക്ക് അതിന് സ്വന്തമായിട്ട് ഇലകളോ അല്ലെങ്കിൽ വേരോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒരുതരം വള്ളി പോലെ ഒരു യെല്ലോ കളർ വള്ളി പോലെ മരത്തിന്റെ മേലെ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ഒരു തരം പ്ലാന്റ് ആണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ആ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത പാരസൈറ്റിക് പ്ലാന്റ് ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ സാധാരണ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ് ഇവരെങ്കിലും ഇതിനകത്തും ചില ഗ്രൂപ്പ് പാരസൈറ്റും അതുപോലെ ഇൻസെക്ടിവോറസ് പ്ലാന്റ് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന പ്ലാന്റും ഉണ്ട്. ഇനി ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യില്ല എന്നില്ല കേട്ടോ. ദേ വിൽ ഡു ഫോട്ടോസിന്തസിസ്. പക്ഷെ അവർക്ക് അതുകൊണ്ട് മാത്രം അതിന്റെ വേണ്ട എല്ലാ മിനറൽസും കിട്ടാത്തത് കൊണ്ടാണ് അവർ ഈ പറയുന്ന ഇൻസെക്ടിവോറസ് ഹാബിറ്റും കൂടെ കാണിക്കുന്നത്. ഓക്കെ, ഈ പ്ലാന്റ് സെൽസ് യൂക്യാരിയോട്ടിക് സ്ട്രക്ചർ ആണ്. അതിന് പ്രോമിനന്റ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് സെൽവോള് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ യൂക്യാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ എന്താന്നൊക്കെ നമ്മൾ ചാപ്റ്റർ 8 അതായത് സെൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും കേട്ടോ. പ്ലാന്റയിൽ 5 ഡിവിഷൻസ് ആ ഉള്ളത്. ഈ 5 ഡിവിഷൻസ് ആൽഗേക്ക് താലോഫൈറ്റ് എന്നും പറയും. ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, അനാൻജിയോസ്പേം, ഇതാണ് 5 ഡിവിഷൻസ് ഇൻ കിങ്ഡം പ്ലാന്റ്. 5 ഡിവിഷൻസ് ഇൻ കിങ്ഡം പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ ലൈഫ് സൈക്കിളിൽ നമുക്ക് 2 ഫേസസ് കാണാൻ പറ്റും. 2 ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ് കാണാൻ പറ്റും. ഒന്ന് ഡിപ്ലോയിഡ് ഫേസ് ആണ്. ആ ഡിപ്ലോയിഡ് ഫേസിനെ നമ്മൾ പറയുന്നത് സ്പോറോഫൈറ്റിക് എന്നാണ്. ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലിന്റെ ഉള്ളിൽ 2 സെറ്റ് ക്രോമസോം ഉണ്ടെങ്കിൽ അതിനെ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ കേസിൽ നോക്കിക്കേ, നമുക്ക് 2 സെറ്റ് ക്രോമസോം ഉണ്ട്, 23 പെയർസ് ഓഫ് ക്രോമസോം ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനും 2 പെയർ ക്രോമസോംസ് ഉണ്ടാവും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട്. അപ്പോൾ പ്ലാന്റ്സിന് 2 ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് ഉണ്ടെന്ന് പറയുന്നത് ഒന്ന് ഡിപ്ലോയിഡ് ഫേസും ഒന്ന് ഹാപ്ലോയിഡ് ഫേസും ആണ്. അതിൻ്റെ അകത്ത് ഡിപ്ലോയിഡ് ഫേസ്, ഡിപ്ലോയിഡ് സെൽസ് കാണുന്ന ആ ഫേസിനെ നമ്മൾ സ്പോറോഫൈറ്റിക് ഫേസ് എന്നാണ് പറയുന്നത്. ഹാപ്ലോയിഡ് ഫേസിനെ നമ്മൾ ഗ്യാമീറ്റോഫൈറ്റിക് ഫേസ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അവർക്ക് ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോം ഡിപ്ലോയിഡ് ആണ്, സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനാണ് ഗ്യാമീറ്റോഫൈറ്റിൽ ഉണ്ടാവുള്ളൂ. ഡിപ്ലോയിഡിനെ സ്പോറോഫൈറ്റ് എന്നും ഹാപ്ലോയിഡിനെ ഗ്യാമീറ്റോഫൈറ്റിക് ജനറേഷൻ എന്നും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും പ്ലാന്റ്സിൽ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷനും ഗ്യാമീറ്റോഫൈറ്റിക് ജനറേഷനും ഒക്കെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഒന്നിടവിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഡിപ്ലോയിഡ് ഫേസസിന്റെ ലെങ്ത് അനുസരിച്ച് അതുപോലെ തന്നെ അത് ഫ്രീ ലിവിംഗ് ആണോ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ് ആണോ എന്നൊക്കെ നോക്കി എന്നൊക്കെ പല
പ്ലാന്റ്സിലും വ്യത്യാസം ഉണ്ടാവും. അതായത് ചില പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഫേസിന്റെ ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ അത് ഫ്രീ ലിവിംഗ് ആണോ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ് ആണോ, ഇപ്പൊ സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഗ്യാമീറ്റോഫൈറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണോ സ്പോറോഫൈറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാമീറ്റോഫൈറ്റ് ഒരുപാട് സമയം പ്ലാന്റിൽ തന്നെ നിൽക്കുന്നുണ്ടോ, സ്പോറോഫൈറ്റ് ഒരുപാട് സമയം പ്ലാന്റിൽ തന്നെ നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ ഓരോ പ്ലാന്റിലും വേരി ചെയ്യും. പല പ്ലാന്റിലും പല തരത്തിലാണ്. ഈ ഒരു ഫിനോമിനോണിനെയാണ്, ഈ ഓൾട്ടർനേഷൻ ഓഫ് ദിസ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ജനറേഷനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പ്ലാൻ കിങ്ഡത്തിൽ ക്ലിയർ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നുള്ളത് നല്ല നീറ്റായിട്ട് ഞാൻ അവിടെ പറഞ്ഞുതരാം. ഇപ്പൊ ഈ സ്പോറോഫൈറ്റിക് ജനറേഷനും ഗ്യാമീറ്റോഫൈറ്റിക് ജനറേഷനും ഒന്നിടവിട്ട് വരുന്നതിന് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷന്റെ ഡ്യൂറേഷനും അതിന്റെ ഡിപ്പെൻഡൻസിയും ഓരോ പ്ലാന്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കിങ്ഡം പ്ലാന്റ്. Kingdom Plantae include all eukaryotic chlorophyll containing organism commonly called plants. A few members are partially heterotrophic such as insectivorous plants or parasite. Bladderwort and Venus flytrap are examples of insectivorous plants and Cuscuta is a parasite. The plant cells have an eukaryotic plant cells have a madito and venda. The plant cells have a eukaryotic structure with prominent chloroplast and cell wall mainly made up of cellulose. You will study the eukaryotic cell structure in detail in chapter 8. Plantae include algae, bryophyte, pteridophyte, gymnosperm and angiosperms. Life cycle of plants has two distinct phases, the diploid sporophytic and the haploid gametophytic, that alternate with each other. The length of the haploid and diploid phases and whether these phases are free living or dependent on others vary among different groups in plants. This phenomenon is called as alternation of generation. You will study this further detail of this kingdom in chapter 3. Okay. നെക്സ്റ്റ് കിങ്ഡം ആനിമേലിയ. ഈ കിങ്ഡം ആനിമേലിയനെ പറ്റിയിട്ട് നെക്സ്റ്റ് അതിനടുത്ത 4ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കിങ്ഡം ആനിമേലിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്ന ഓർഗാനിസംസ് എന്താണ്? യൂക്യാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ, സെൽ വോൾലെസ്, ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന ഓർഗാനിസത്തിന് എല്ലാം കൂടി കൂടിയിട്ടാണ് കിങ്ഡം ആനിമേലിയയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതായത് ദിസ് കിങ്ഡം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹെട്രോട്രോഫിക് യൂക്യാരിയോട്ടിക് ഓർഗാനിസം ദാറ്റ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ദെയർ സെൽ ലാക്ക് സെൽ വോൾസ്. ഓക്കെ, അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അവർ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ക്യാവിറ്റിയിലാണ്. അതേപോലെ തന്നെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ഫുഡ് റിസർവ്, അതിനകത്ത് മേജർലി ഗ്ലൈക്കോജനും ഫാറ്റും ആണ് അവരുടെ ഫുഡ് സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലൊക്കെ ഗ്ലൈക്കോജനും ഫാറ്റും ആയിട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് നമ്മൾ ഇൻജക്ഷൻ ഓഫ് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അത് ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ നമ്മുടെ ബോഡി സെൽസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഓർഗാനിസംസ് ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു ഡെഫിനിറ്റ് സൈസും ഷേപ്പും ഒക്കെ നമുക്ക് ഈ ഓർഗാനിസത്തിൽ, ഈ ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ഈ ആനിമൽസിൽ ഹയർ ഫോംസിലൊക്കെ നമുക്ക് സെൻസറി ന്യൂറോമോട്ടോർ മെക്കാനിസം കാണാൻ കഴിയും. അതായത് സെൻസ് ഓർഗൻസ് ഉണ്ടാവും, അതേപോലെ നെർവസ് സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആയിരിക്കും, മസ്കുലാർ സിസ്റ്റം ഒക്കെ വെൽ ഡെവലപ്ഡ് ആയിരിക്കും ഹയർ ഗ്രൂപ്പ് ഓഫ് ദിസ് ആനിമൽസിൽ. ഇതിന് മോസ്റ്റ് ഓഫ് ദം വിൽ ബി കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. അധികം ആനിമൽസും ലോക്കോമോഷൻ കേപ്പബിലിറ്റി ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും. സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് കോപ്പുലേഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് നടക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ വേരിയസ് ഫൈലാസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 4ലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കിങ്ഡം ആനിമേലിയ. This kingdom is characterized by heterotrophic eukaryotic organisms that are multicellular and their cell lacks cell wall. They directly or indirectly depend on plants for food. They digest their food in an internal cavity and store food reserve as glycogen or fat. Their mode of nutrition is holozoic by ingestion of food.
They follow a definite growth pattern and grow into adult that have a definite shape and size. Higher forms show elaborate sensory and neuromotor mechanism. Most of them are capable of locomotion. The sexual reproduction is by copulation of male and female, followed by embryological development. അതായത് സൈഗോട്ട് ഉണ്ടായി എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് വഴിയാണ് അത് ഡെവലപ്പ് ചെയ്യുക. The salient features of various phyla are described in chapter 4. ഓക്കെ, അപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡത്തിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്ത ചില ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻ. എന്താണ് വൈറസ്, എന്താണ് വൈറോയിഡ്സ്, എന്താണ് പ്രയോൺസ്, എന്താണ് ലൈക്കൻ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വിറ്റാക്കർ പറയാത്ത ഈ ഓർഗാനിസംസ് ലൈക്ക് വൈറസ്, വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ്, അത് ഒരു എന്താ പറയുക ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മളെല്ലാം കോമൺ കോൾഡ് കൊണ്ട് സഫർ ചെയ്യാറുണ്ട് അല്ലെ. ഈ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വൈറസസ് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി കണ്ടീഷനുമായിട്ടും ഇത് അസോസിയേറ്റഡ് ആണ്. എന്ത് വൈറസസ് ശരിക്കും പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതെന്താന്ന് ചോദിച്ചാല് നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനെ പറയുമ്പോൾ ലിവിങ് ഓർഗാനിസത്തിന് ഒരു സെൽ സ്ട്രക്ചർ ഉണ്ട്. വൈറസിന് അങ്ങനെ ഒരു സെൽ സ്ട്രക്ചർ ഒന്നുമില്ല. വൈറസ് എന്ന് പറയുന്ന ഒരു നോൺ സെല്ലുലാർ ഓർഗാനിസം ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറൈസ് ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാല് വൈറസ് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ പുറത്താണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ അന്തരീക്ഷത്തില് അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ പുറത്ത് കണ്ടാല് അതിന് നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. അത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് outside the living cell or outside the host organism. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺ ലിവിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് ലിവിങ് ആയിട്ട് മാറുന്ന എപ്പോഴാണ്? ലിവിങ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴാണ്, അതായത് അതിന്റെ ഹോസ്റ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയായിരിക്കും നല്ലത്, ലിവിങ് സെൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാൾ. നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനെയല്ലേ RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ലിവിങ് ഓർഗാനിസത്തിന്റെ നേച്ചർ അല്ലാത്ത ക്രിസ്റ്റലൈസിംഗ് നേച്ചർ കാണിക്കുന്നത് കൊണ്ട് അത് നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിന്റെ പുറത്ത് അതൊരു നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതിന്റെ ക്രിസ്റ്റലൈൻ നേച്ചർ കൊണ്ട്. പിന്നെ ഇത് ലിവിങ് ഓർഗാനിസത്തിൽ കയറിയാൽ മാത്രമാണ് അത് ഒരു ഹോസ്റ്റ് സെല്ലിൽ കയറിയാൽ മാത്രമാണ് ലിവിങ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിന് ഒബ്ലിഗേറ്ററി പാരസൈറ്റ്, സ്ട്രിക്റ്റ് പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഓർഗാനിസാണ് ഈ പറയുന്ന വൈറസസ് എന്ന് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഈ ഒരു ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം. Viruses, viroids, prions and lichen. In the 5 kingdom classification of Whittaker, there is no mention of lichens and some acellular organisms like viruses, viroids and prions. These are briefly introduced here. All of us who have suffered the ill effect of common cold or flu know what effect viruses can have on us, even if we do not associate it with our condition. Viruses did not find a place in classification since they are not considered as true living. If we understand living as those organisms that have a cell structure, viruses are non-cellular organisms that are characterized by having an inert crystalline structure outside the living cell. Okay. വൈറസസ് ഒരിക്കൽ ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റ് സെല്ലിന്റെ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ഈ വൈറസസ് റിപ്ലിക്കേറ്റ് ചെയ്യുകയും അതേപോലെ അതിന്റെ അവസാനം ആ ഹോസ്റ്റിനെ കൊന്നുകളയുകയും ചെയ്യുക വൈറസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ വൈറസിനെ ലിവിംഗ് നോൺ ലിവിംഗ് വിളിക്കാൻ പറ്റില്ല. അത് ബ്രിഡ്ജ് ബിറ്റ്വീൻ നോൺ ലിവിംഗ് ആൻഡ് ലിവിംഗ് ആണ് കേട്ടോ. അതിന് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ഓർഗാനിസം ഇത് പാർട്ടിക്കിൾ ആണ്, ഇൻസൈഡ് ദ ലിവിംഗ് ഓർഗാനിസം it can act as a living സെൽ അല്ലെങ്കിൽ ലിവിംഗ് ഓർഗാനിസം. അതുകൊണ്ട് ഇത് ഒബ്ലിഗേറ്ററി പാരസൈറ്റ് എന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ലിവിംഗ് അല്ലെങ്കിൽ നോൺ ലിവിംഗ് എന്ന് പറയുന്നതിനേക്കാൾ. ഓക്കെ, ഇനി ഈ വൈറസ് എന്ന ദ നെയിം വൈറസ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. ഇത് കൊടുത്തത് ഇങ്ങനെ ഒരു പേര് കൊടുത്ത് ഡിമിട്രി ഇവാനോസ്കി 1892 കൊടുത്തത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇതൊരു ന്യൂ എഡീഷൻ ബുക്കാണ് കേട്ടോ. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന ഹാർഡ്
ഹാർഡ് കോപ്പി ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ദ പോയിസണസ് ഫ്ലൂയിഡ് വാസ് ഗിവൻ ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് വാസ് ഗിവൻ ബൈ പാസ്ചർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചോദിച്ചാൽ വിച്ച് ഈസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ അതേപോലെ വേണം ആൻസർ ചെയ്യാനായിട്ടോ. എനിക്ക് തോന്നുന്നത് പാസ്റ്റർ എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈറസ് എന്ന പേര് കൊടുത്ത ആൾ ആരാന്ന് ചോദിച്ചാൽ പാസ്റ്റർ എന്ന ആൻസറേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ ഡി ജെ ഇവാനോസ്കി എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1892 ചില മൈക്രോ ഓർഗാനിസം ടൊബാക്കോ മൊസൈക്ക് ഡിസീസിന് കാരണം ആകുന്നു എന്ന് മനസ്സിലാക്കി. അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയനേക്കാൾ ചെറുതാണെന്നും അത് ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റർ വഴി പാസ് ചെയ്യാൻ കഴിയുന്നതാണെന്നും ഡി ജെ ഇവാനോസ്കി 1892 കൺക്ലൂഡ് ചെയ്തു. അദ്ദേഹം കണ്ടുപിടിച്ചു. MW ബെയ്ജർനിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1898 ഈ പറയുന്ന ഇൻഫെക്റ്റഡ് പ്ലാന്റിൽ നിന്നുള്ള എക്സ്ട്രാക്ട്, ഇൻഫെക്റ്റഡ് പ്ലാന്റ് പിഴിഞ്ഞെടുത്ത് ആ എക്സ്ട്രാക്റ്റിനെ ഒരു ഹെൽത്തി പ്ലാന്റിൽ ട്രീറ്റ് ചെയ്തപ്പോൾ ഹെൽത്തി പ്ലാന്റിന് ഡിസീസ് വരുന്നതായിട്ട് കാണുകയും അദ്ദേഹം ആ ഫ്ലൂയിഡിനെ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ലിവിംഗ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുകയും ചെയ്തു. അതായത് MW ബെയ്ജർനിക് 1898 ഇങ്ങനെ ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസിന്റെ ഇൻഫെക്ഷനുള്ള ടൊബാക്കോ ലീഫിന്റെ എക്സ്ട്രാക്ട് എടുത്ത് ആ എക്സ്ട്രാക്റ്റിനെ ഒരു ഹെൽത്തി പ്ലാന്റിൽ ട്രീറ്റ് ചെയ്തപ്പോൾ ആ ഹെൽത്തി പ്ലാന്റിൽ ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തപ്പോൾ ഹെൽത്തി പ്ലാന്റിന് ഈ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് വരികയും ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഈ പറയുന്ന ഇൻഫെക്ഷസ് ഫ്ലൂയിഡിനെ സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്നതും കണ്ട് അദ്ദേഹം ആ ഇൻഫെക്ഷസ് ഫ്ലൂയിഡിനെ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് വിളിച്ചു. കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയുന്ന ഇൻഫെക്ഷസ് ലിവിംഗ് ഫ്ലൂയിഡ് എന്നാണ് കേട്ടോ. ഇനി അടുത്ത സയന്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ WM സ്റ്റാൻലി 1935 ഹി ഷോഡ് ദാറ്റ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ്. വൈറസസ് ക്രിസ്റ്റലൈസ് ചെയ്യാൻ കഴിയും. ഈ ക്രിസ്റ്റലൈസ് ചെയ്യുന്ന ഈ വൈറസസിൽ ലാർജ് പാർട്ട് പ്രോട്ടീൻ ആണെന്നും അദ്ദേഹം കൺഫേം ചെയ്തു. അതായത് ക്രിസ്റ്റലൈസ് ചെയ്യാൻ കഴിയുന്ന ഇനർട്ട് പാർട്ടിക്കിൾ ആണ്. അതായത് ഇനർട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് പാർട്ടിക്കിൾ ആണ് ഈ പറയുന്ന വൈറസസ് എന്നാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. അത് സ്പെസിഫിക് ഹോസ്റ്റ് സെല്ലിന്റെ പുറത്താണ് ഇനേർട്ടായിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ഫോമിൽ ആക്ട് ചെയ്യുന്നത്. വൈറസസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയൊന്ന് വായിച്ചു നോക്കാം. വൺസ് ദേ ഇൻഫെക്ട് എ സെൽ ദേ ടേക്ക് ഓവർ ദ മെഷീനറി ഓഫ് ദ ഹോസ്റ്റ് സെൽ ടു റിപ്ലിക്കേറ്റ് ദംസെൽവ്സ്, killing the host. Would you call viruses living or non-living? The name virus, that means venom or poisonous fluid, was given by Pasteur. Okay, Pasteur, Pasteur. Okay, and DJ Ivanovsky in 1892 recognized certain microbes as causal organism of the mosaic disease of tobacco. These were found to be smaller than bacteria because they pass through bacteria-proof filters. MW Beijernik demonstrated that the extract of the infected plants of tobacco could cause infection in healthy plants and called the fluid as Contagium vivum fluidum, infectious living fluid. W.M. Stanley in 1935 showed that viruses could be crystallized and crystals consist largely of protein. They are inert outside their specific host cell. Viruses are obligate parasite. ഇനി നമുക്ക് ഇവിടെ ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. സി, ദിസ് ഇസ് എ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസിന് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഈ പ്രോട്ടീൻ കോട്ടിന് നമ്മൾ ക്യാപ്സിഡ് എന്നാണ് പറയാ. ഈ ക്യാപ്സിഡിന്റെ ഓരോ കഷ്ണം ഓരോ യൂണിറ്റ് അതിനെ ക്യാപ്സോമിയർ എന്നാണ് പറയുന്നത്. ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ വന്നിട്ട് RNA ആണ്. ഓക്കെ, അതാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറഞ്ഞത്. ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഈസ് ആൻ RNA വൈറസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഈ പ്രോട്ടീനെ കൂടാതെ വൈറസ് ഓൾസോ കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ. വൈറസിൽ ജനറ്റിക് മെറ്റീരിയലും ഉണ്ടാവും. ദാറ്റ് കുഡ് ബി എയ്തർ RNA ഓർ DNA. ഒന്നുപോലെ RNA അല്ലെങ്കിൽ DNA ആണ് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. ഒരു വൈറസിലും RNAയും DNAയും കൂടെ ഒരുമിച്ച് കാണാറില്ല. ഈ വൈറസ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്.
ഓക്കെ, ഈ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൂടിയതാണ്. നമ്മൾ കണ്ടു RNAയും ക്യാപ്സിഡും, അതാണ് ടൊബാക്കോ മൊസൈക് വൈറസ് അല്ലെ. അതേപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്, ഇതർ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡും അതിന്റെ കവറിംഗ് ആയിട്ടുള്ള ക്യാപ്സിഡ് പ്രോട്ടീനും കൂടിയതാണ് എന്ത് വൈറസ്. അതുകൊണ്ട് നമ്മൾ അതിനെ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയും. അതിന്റെ ഇൻഫെക്ഷസ് മെറ്റീരിയൽ എന്ന് പറയുന്ന അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ചിലപ്പോൾ DNA ആയിരിക്കാം അല്ലെങ്കിൽ RNA ആയിരിക്കാം. വൈറസസ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതുപോലെ തന്നെ ബാക്ടീരിയനെ ഒക്കെ ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ജനറലി വൈറസ്, ഈ പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസ് എന്ന് പറയുന്ന സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസസ് ആണ്. അതേപോലെ ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസ് ചിലപ്പോൾ സിംഗിൾ സ്ട്രാൻഡഡ് അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കാം. ഓർത്തിരുന്നോളണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA കണ്ടെയ്നിങ് വൈറസസ് ആയിരിക്കും. ബാക്ടീരിയൽ വൈറസസിനെ നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയും. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസ് ആണ് ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വൈറസസ് എന്ന് പറയുന്നത്. അതിന് സാധാരണയായിട്ട് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് കാണാറുള്ളത്. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് ബാക്ടീരിയോഫേജിൽ സാധാരണയായിട്ട് കാണാറുള്ളത്. ഈ വൈറസസിന്റെ പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ പറയുന്ന ക്യാപ്സിഡ് എന്നാണ്. ഈ ക്യാപ്സിഡ് ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ സബ് യൂണിറ്റിനെയാണ് നമ്മൾ ക്യാപ്സോമിയർ എന്ന് പറയുന്നത്. ഈ ക്യാപ്സിഡ് ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ കവറിംഗ് ആണ്. ഈ ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ക്യാപ്സിഡിലെ ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന ഹെലിക്കൽ അല്ലെങ്കിൽ പോളിഹീഡ്രൽ ജോമെട്രിക് ഫോമിലായിരിക്കും. ഹെലിക്കൽ അല്ലെങ്കിൽ പോളിഹീഡ്രൽ ജോമെട്രിക് ഫോമിലായിരിക്കും ഈ ക്യാപ്സിഡിനകത്ത് ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. വൈറസസ് ഉണ്ടാക്കുന്ന കുറെ ഡിസീസസ് ആണ് മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ. ഇതൊക്കെ വൈറൽ ഡിസീസസ് ആണ് ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത്. എയ്ഡ്സ് കോസ് ചെയ്യുന്നതും ഒരു വൈറസ് ആണ്. ആ എയ്ഡ്സ് കോസ് ചെയ്യുന്ന HIV വൈറസ് ആണ് കേട്ടോ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV അതൊരു RNA വൈറസ് ആണ്. പ്ലാന്റ്സിൽ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ കൊണ്ട് ചിലപ്പോൾ മൊസൈക് ഫോർമേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ് ഉണ്ടാവാം. അതായത് ലീഫ് റോൾ ചെയ്ത് ഒരുമാതിരി മടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ് നമുക്ക് കാണാം. അതായത് ഈ ലീഫിന്റെ വെയിൻസ് ഒക്കെ യെല്ലോ കളറിലാവും, അല്ലെങ്കിൽ ആ വെയിൻസ് ഒരുമാതിരി വിളറിയ പോലെ ഇരിക്കും. അതേപോലെ പ്ലാന്റ് സ്റ്റണ്ടഡ് ഗ്രോത്തും ഡ്വാർഫിങ്ങും കാണിക്കുക, അതായത് പൊക്കം വെക്കാതിരിക്കുക, അതേപോലെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഒക്കെ കാണിക്കുക. ഇതാണ് ഈ പറയുന്ന വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന സിംറ്റംസ് കേട്ടോ. ഇനി നമുക്ക് ബാക്ടീരിയോഫേജിന്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ബാക്ടീരിയോഫേജിന് ഒരു ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു കോളാർ റീജിയൻ ഉണ്ട്, ഒരു ഷീത്ത് ഉണ്ട്, അതേപോലെ ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. ഈ ടെയിൽ ഫൈബേഴ്സ് വന്നിട്ട് ബാക്ടീരിയയുടെ മേലെ ഇതിന് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ബാക്ടീരിയയുടെ മേലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഈ ടെയിൽ ഫൈബേഴ്സ് കൊണ്ടാണ്. അതേപോലെ തന്നെ ഈ സാധനം ഇങ്ങോട്ട് കംപ്രസ് ചെയ്യും, കോളാറും ഷീത്തും കൂടി കംപ്രസ് ചെയ്യും. ഇതിങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ജനറ്റിക് മെറ്റീരിയൽ, ഇതിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്, ഈ ഹെഡ് റീജിയന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. ഈ ജനറ്റിക് മെറ്റീരിയൽ ഇത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുവഴി ഇറങ്ങി എങ്ങോട്ടേക്ക് എത്തും? ഈ ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് എത്തും. ഈ പറയുന്ന പ്രോട്ടീൻ ഇതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നില്ല. ഓൺലി ന്യൂക്ലിക് ആസിഡ് വിൽ ബി എൻറ്റേർഡ് ഇൻസൈഡ് ദ ബാക്ടീരിയ ഫോർ ഗിവിംഗ് ദ ഇൻഫെക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ബാക്ടീരിയോഫേജ് ബാക്ടീരിയയ്ക്ക് ഇൻഫെക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, listen. In addition to protein, viruses also contain genetic material that could be either RNA or DNA. No viruses contain both RNA and DNA. A virus is a nucleoprotein and the genetic material is infectious. In general, viruses that infect plants have single-stranded RNA and viruses that infect animal have either single or double-stranded RNA or double-stranded DNA. Bacterial viruses or bacteriophage virus that infect bacteria are usually double-stranded DNA viruses. Figure 26b. Okay, the protein coat called capsid made of small subunits called as capsomeres protect the nucleic acid. These capsomeres are arranged in helical or polyhedral geometric form. Viruses cause disease like mumps, smallpox, herpes and influenza. AIDS in human is also caused by a virus. In plants, the symptoms can be mosaic formation, leaf rolling and curling, yellowing and vein clearing, dwarfing and stunted growth.
നെക്സ്റ്റ് വൈറോയിഡ്സ്. വൈറോയിഡ്സ് 1971 ടിവോ ഡൈനീർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് വൈറോയിഡ്സിനെ കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരു ന്യൂ ഇൻഫെക്ഷ്യസ് ഏജന്റ്, വൈറസിനേക്കാൾ ചെറിയ ഒരു ന്യൂ ഇൻഫെക്ഷ്യസ് ഏജന്റ്, അത് ജസ്റ്റ് RNA മാത്രം പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു. ഇതിന് പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരുന്നില്ല, വൈറസിനുള്ള പോലെ പ്രോട്ടീൻ കോട്ട് ഇതിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെ അദ്ദേഹം നെയിം ചെയ്തത് വൈറോയിഡ് എന്നാണ്. അതൊരു RNA, നേക്കഡ് RNA ആയിരുന്നു, ഇൻഫെക്ഷ്യസ് നേക്കഡ് RNA ആയിരുന്നു. ഈ RNAക്ക് ലോ മോളിക്കുലാർ വെയിറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതിനെയാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. വൈറോയിഡ്സ്. ഇൻ 1971 ടിവോ ഡൈനീർ ഡിസ്കവേർഡ് എ ന്യൂ ഇൻഫെക്ഷ്യസ് ഏജന്റ് ദാറ്റ് വാസ് സ്മോളർ ദാൻ വൈറസസ് ആൻഡ് കോസ്ഡ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി free RNA. It lacked the protein code that is found in viruses, hence the name viroid. The RNA of the viroid was of low molecular weight. ഇനി നെക്സ്റ്റ് വൺ, പ്രയോൺസ്. മോഡേൺ മെഡിസിനിൽ ചില ഇൻഫെക്ഷ്യസ് ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് പ്രോട്ടീനെ കണ്ടു. ഓക്കെ, അത് ഒരു എന്താ പറയാ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണെന്ന് മനസ്സിലായി. അതായത് മോഡേൺ മെഡിസിനിൽ ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കുന്ന അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനെ കണ്ടുപിടിച്ചു. അതിനെയാണ് പ്രയോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഏകദേശം വൈറസസിന്റെ ഒക്കെ അതേ വലിപ്പമുള്ള പ്രോട്ടീൻ ആയിരുന്നു. ഈ ഏജന്റിനെയാണ് നമ്മൾ പ്രയോൺസ് എന്ന് പറയുന്നത്. മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് കോസ്ഡ് ബൈ പ്രയോൺ. ഈ പ്രയോൺ ഉണ്ടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ലെങ്കിൽ മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് ഏതാന്ന് വെച്ചാൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി എന്ന ഡിസീസാണ്. BSE എന്നാണ് അതിന് പറയുന്നത്, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. അതിനെ കോമൺലി പറയുന്ന മാഡ് കൗ ഡിസീസ് എന്നാണ് കാറ്റിലിൽ. അതേപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ്, അനലോഗസ് വേരിയന്റ്, അതേപോലത്തെ തന്നെ ഒരു ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് CR ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ CJD എന്ന് പറയുന്നത്. ഈ CR എന്ന് പറയുന്നത് ക്രൂട്സ്ഫെൽറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, CREUTZFELDT, ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻ. ഓക്കെ, അപ്പോൾ പ്രയോൺസ് ഒന്ന് നമുക്ക് വായിക്കാം. ഇൻ മോഡേൺ മെഡിസിൻ certain infectious neurological diseases were found to be transmitted by an agent consisting of abnormally folded protein. The agent was similar in size to viruses. These agents were called prions. The most notable disease caused by prions are bovine spongiform encephalopathy, BSE, commonly called mad cow disease in cattle, and its analogous variant is CR Jacob disease in human, Creutzfeldt Jacob disease in human. Okay, നെക്സ്റ്റ് ഓർഗാനിസം ലൈക്കൻ. ലൈക്കൻ എന്ന് പറയുന്നത് ഒരു സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്ന രണ്ട് ഓർഗാനിസംസ് ഒരുമിച്ച് കാണുന്ന, അതിനെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കത് രണ്ട് വെവ്വേറെ ഓർഗാനിസം ആണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ലൈക്കനെ ഇവിടെ ഒരു എന്താ പറയുക RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്ത ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിന് സെല്ലുലാർ ഫോം ഒക്കെ ഉണ്ട്. വൈറസിനെയും വൈറോയിഡിനെയും പ്രയോൺസിനെയും പോലെയൊന്നുമല്ല, സെല്ലുലാർ ഫോം ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് ഓർഗാനിസംസ് കൂടിയിട്ടുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ലൈക്കൻ സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്നതാണ്. അത് മ്യൂച്വലി യൂസ്ഫുൾ അസോസിയേഷൻ ആണ്. അതായത് ആൽഗയും ഫംഗയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തരം അസോസിയേഷൻ ആണ്. ആൽഗേനെ കൊണ്ട് ഫംഗയ്ക്കും യൂസ് ഉണ്ട്, ഫംഗൈനെ കൊണ്ട് ആൽഗയ്ക്കും യൂസ് ഉണ്ട്. ഇതിനകത്ത് ആൽഗൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണന്റിനെ മൈക്കോബയോണ്ട് എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ ഫൈക്കോബയോണ്ട് ആൽഗൽ കമ്പോണന്റ് ഓട്ടോട്രോഫിക് നേച്ചർ ഉള്ളതാണ്. മൈക്കോബയോണ്ട് ഫംഗൽ കമ്പോണന്റ് ഹെട്രോട്രോഫിക് നേച്ചർ ഉള്ള ഓർഗാനിസം ആണ്. ആൽഗെ ഈ ഫംഗസിന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഫംഗസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആൽഗയ്ക്ക് ഷെൽട്ടറും കൊടുക്കും, അതേപോലെ തന്നെ മിനറൽ ന്യൂട്രിയൻസും വാട്ടറും ആൽഗയ്ക്ക് വേണ്ടിയിട്ട് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആൽഗയുടെ ഫംഗ്ഷൻ, ആൽഗെ ഈ ഫംഗസിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ ആൽഗെ ഫംഗസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഫംഗസ് ആൽഗയ്ക്ക് ഷെൽട്ടറും കൊടുക്കും, അതേപോലെ തന്നെ ദേ അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ഇറ്റ്സ് പാർട്ട്ണർ.
ഓക്കെ, അവരുടെ അസോസിയേഷൻ വളരെ ക്ലോസ് ആയതുകൊണ്ട് ഇഫ് വി സീ എ ലൈക്കൻ വി വിൽ നോട്ട് ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ഓർഗാനിസം. അവരുടെ അസോസിയേഷൻ വളരെ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ടു ഡിഫറെന്റ് ഓർഗാനിസംസ് ആയിട്ടല്ല നമുക്കതിനെ കാണാൻ കഴിയുക, ഒരു സിംഗിൾ ഓർഗാനിസം ആയിട്ടാണ് നമുക്കതിനെ തോന്നുക. അത് രണ്ട് ഡിഫറെന്റ് ഓർഗാനിസംസ് ആണെങ്കിൽ പോലും. ഓക്കെ, ഈ ലൈക്കൻ എന്ന് പറയുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ലൈക്കൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സക്സഷൻ ഒക്കെ വേണ്ടിയിട്ട്, അതായത് ഒരു പാറയുടെ മേലെ ഒരു പ്ലാന്റ്, അതായത് പാറയുടെ മേലെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ലൈക്കൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈമറി സക്സഷൻ വേണ്ടിയിട്ട് ലൈക്കൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്കോസിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഇത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കും എക്കോളജിയിൽ, അത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുതരാം. ലൈക്കൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്ററുമാണ്, വളരെ നല്ല ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററുമാണ് ലൈക്കൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊല്യൂട്ടഡ് ഏരിയയിൽ അതിന് വളരാൻ കഴിയില്ല. അതായത് സൾഫർ ഡൈ ഓക്സൈഡ് പോലത്തെ പൊല്യൂഷൻ ഉള്ള ഏരിയയിൽ ഈ പറയുന്ന ഓർഗാനിസത്തിന് വളരാൻ കഴിയില്ല. അപ്പോൾ ഒരു ഓർഗാനിസം ആ ഏരിയയിൽ വളരാൻ കഴിയുന്നില്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് ലൈക്കൻ, അവിടെ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സോ ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ലൈക്കൻ. ലൈക്കൻ ആർ സിംബയോട്ടിക് association, that is mutually useful association between algae and fungi. The algal component is known as phycobiont and fungal component as mycobiont, which are autotrophic and heterotrophic respectively. Algae prepare food for fungi and fungi provide shelter and absorb mineral nutrients and water for their partner. So close is their association that is one saw a lichen in nature, one would never imagine that they had two different organisms within them. Lichens are very good pollution indicators. They do not grow in polluted areas. Okay. അപ്പോൾ ഈ RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്ത കുറെ ഓർഗാനിസംസ് എന്ന് പറയാൻ പാകത്തിന് ഇവിടെ ലൈക്കൻ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. വൈറസും വൈറോയിഡ്സും പ്രയോൺസും സെല്ലുലാർ ഫോമാണ്. അത് എന്താ പറയാ, ഒരു സെൽ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ഒരു ഫോമിലാണ് കാണുന്നത്. അത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ലാസ്റ്റ് സെഷൻ ആയിരുന്നു ഇത്. ഇനി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ, അതായത് ബോർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.